ഹലോ, നമസ്കാരം. ഈ ഒരു ദുരന്ത വേളയിൽ ചെറിയൊരു സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി അവളുടെ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു. അഥവാ 4ഓളം കുട്ടികളെ ഇപ്പോഴും തിരഞ്ഞിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹനൂഫ. ഈ വെള്ളാർമല സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹനൂഫ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ, ഈ പ്രവർത്തനത്തിന് അതല്ലെങ്കിൽ ഈ ഒരു സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കൊക്കെ ഭക്ഷണ വിതരണവും ചായയും ഒക്കെ കൊടുക്കുന്നൊരു അവസ്ഥയിലാണ് ഹനൂഫ കുട്ടി. ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഹനൂഫ കുട്ടി. ഹനൂഫ 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹനൂഫൻ്റെ 4 കൂട്ടുകാരികളെ കാണുന്നില്ല അല്ലേ? 4 പേരെ കാണാനില്ല കിട്ടിയത് അല്ലേ? 4 പേരെ കാണുന്നില്ല. കാരണം സൊറ പറഞ്ഞ് കളിച്ചൊക്കെ ഇരിക്കുന്ന 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ഹനൂഫൻ്റെ പിതാവിനെയാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? മൻസൂറാണ്. വല്ലാത്തൊരു സങ്കടത്തിലാണ് ഇവരൊക്കെ. ഈ നാട് മൊത്തം കണ്ണീരിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ മകൾ റൂമിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് പോലും വല്ലാത്തൊരു വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഉപ്പയാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും ഇങ്ങനെ വഴിയിൽ വരുന്ന ആളുകൾക്കൊക്കെ, നമ്മളുടെ മോളെ കൂട്ടുകാരികളൊക്കെ തിരയാൻ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ചായ കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒന്നുകൂടി ആക്റ്റീവായി എന്നുള്ളതാണ്. ഓക്കെ. അല്ലാതെ വീട്ടിൽ തന്നെ അവസാനം നിന്റെ കൂട്ടുകാരികളെ തരുന്ന ആൾക്കാരാണല്ലോ രാപ്പകൽ അങ്ങോട്ടും. അതെ. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളോ അതാണ് ചായയും ചൂടുവെള്ളമൊക്കെ ആയിട്ട്. അതെ. ബാത്റൂം പോകേണ്ടവർക്ക് ബാത്റൂമും റെസ്ക്യൂ. ഇന്നലെ റിപ്പോർട്ടർ ചാനലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. വല്ലാത്ത ഒരു സന്തോഷവും ഈ സങ്കടത്തിൻ്റെ ഇടയിൽ ഒരു സന്തോഷം കാണാനിടയായി എന്നുള്ളതാണ്. എന്തായാലും മോള് രംഗത്തിറങ്ങുക, ആളുകളെ, കൂട്ടുകാരികളെ തിരയാൻ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ അതാ മൂപ്പരിൻ്റെ വണ്ടിയും കൊണ്ടാണ് ഇപ്പോൾ ഒരാൾ പോയത്. അവിടെ തന്നെ ബോഡി വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഭക്ഷണം കാര്യങ്ങളും നമ്മളെ കൊണ്ട് കിട്ടുന്നത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. വല്ലാതെ നാടിൻ്റെ ഒരു ഐക്യമാണ്. ഈ മോള് വരെ ഇവിടെ നിന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ചായ കുടിച്ച് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടവും എന്തോ ഒരു പിന്നിലൊരു കഥയുണ്ടെന്ന് തോന്നി ഞങ്ങൾ ചോദിച്ചു. എന്തായാലും വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെ, പേടിക്കേണ്ട. എല്ലാ ആളുകളെയും കിട്ടുകയും എല്ലാ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ഞങ്ങളും കേട്ടോ. ഓക്കെ.